മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോകാത്തത്? ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് ഇപ്പൊ മലയാളത്തിൽ നല്ലേ. അപ്പൊ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത്, മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷയൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറ്റി പറയും. ആസിഫക്ക ഒരു സമയത്ത് മനഃപൂർവ്വമാണ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്തത്. 11 ക്രോസ്, കിഷ്കിന്ധാകാന്ഡം പോലുള്ള സിനിമകൾ കണ്ടപ്പം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ മനഃപൂർവ്വം ചൂസ് ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിക് കൊമേഴ്ഷ്യൽ എന്നൊന്നുമില്ല. എനിക്ക് കേൾക്കുമ്പോൾ, നരേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിലാണെന്നോ ജോണറാണെന്നൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസ്സായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ്, അത് ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറങ്ങുന്നു. ആ ഒരു രീതി, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ല എന്ന് ഉറപ്പിക്കാൻ ആസിഫിന് പറയാൻ, ഒറ്റയ്ക്ക് തന്നെ വന്നവനാണെന്ന് നമുക്കൊക്കെ അറിയാം. ഒറ്റയ്ക്ക് ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്ന ഒരു ചാനലിൽ കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. ആ ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ സിനിമകൾ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ തന്ന ശ്യാം സർ, എൻ്റെ സിബി സർ, അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചവർ, അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ല ലൈഫിൽ. അപ്പൊ ഒരിക്കലും അത് ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമാണ്, അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചൊടിച്ചതല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സംവിധായകൻ വേണം, നല്ലൊരു നിർമ്മാതാവ് വേണം. സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തർത്ഥമാണുള്ളത്? അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ദിവ്യപ്രഭ ചേച്ചിയോട് ഒരു ചോദ്യം. മലയാളത്തിൽ ഇപ്പം ഒരു 100 സിനിമകൾ ഇറങ്ങുവാണെങ്കിൽ അതിൽ 90% സിനിമകളും ഹീറോ സെൻട്രിക് ആയിട്ടുള്ള സിനിമകളാണ്. 10% മാത്രം അതിൽ താഴെ ആയിരിക്കും ഹീറോയിൻ സെൻട്രിക് ആയിട്ടുള്ള. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ചോദിക്കേണ്ടത് മലയാളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രേക്ഷകർ പൊതുവെ